നല്ലൊരു സിനിമ കാണുന്നതിന്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഞാൻ ഇന്ന് അനോമി കണ്ടു. ഒരു പാസ്റ്റ് ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസ് ഓഫീസർ, അതിന്റെ ഒപ്പം തന്നെ PTSDയിലൂടെ കടന്നുപോയി സൂയിസൈഡ് ചെയ്ത അനിയന്റെ മരണത്തെ പറ്റി കണ്ടുപിടിക്കുന്ന ഒരു ചേച്ചി. ഈ രണ്ട് കഥകൾ ഒന്നിക്കുന്നു. അതൊരു സീരിയൽ കില്ലറിന്റെ പുറകെ പോകുന്നു. അതാണ് അനോമി എന്ന സിനിമയുടെ കഥ. ഈ ഒരു കഥ കേൾക്കുമ്പോൾ ആരായാലും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ ഒരു പ്രത്യേകത? എന്താണ് ഇതിന്റെ പുതുമ തരാനുള്ളത്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെംപ്ലേറ്റ് രീതി തന്നെയാണ്. ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇതിന്റെ കുറെ സസ്പെൻസ് എലമെന്റ്സും ത്രില്ലിംഗ് എലമെന്റ്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയാണ്, ഇതൊരു എൻഗേജിങ് സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെയാണ്. ആകെ ഒരു പോരായ്മ തോന്നിയതിന്റെ 2020 മിനിറ്റിലാണ്. 2020 മിനിറ്റിലാണ് അനിയൻ മരിക്കുന്നതും. പക്ഷെ ആ ഒരു മരണശേഷം ഈ ഒരു സിനിമ മുന്നോട്ട് പോവാത്ത പോലൊരു ഫീൽ തോന്നണത്. അങ്ങോട്ട് ഇഴച്ചലും നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോറടിക്കും. ആ ഒരേ ഏരിയ തന്നെ ഈ കംപ്ലീറ്റ്ലി ആ 20 മിനിറ്റ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് പോകാണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ പടം ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് മാറുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഹുക്കിംഗ് നെറേറ്റീവിലൂടെ തന്നെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഈ സിനിമേനെ, ഈ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ വളരെ നമ്മൾ കുറെ വട്ടം കണ്ട ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമേനെ വളരെയധികം മികച്ചതാക്കുന്നത് ഇതിന്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. വിഷ്വൽ ഇമേജ് കൊണ്ടാണ് അവർ കഥ പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു മികച്ച തീരുമാനമായിട്ട് തന്നെ തോന്നി. ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹോളിവുഡ് ലെവൽ സിനിമ കാണുന്നതിന്റെ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടും കൂടി ഞാൻ പറയുകയാണ്, അടിപൊളി ഡെബ്യൂ ഡയറക്ഷൻ ബൈ റിയാസ് മറാത്ത്. ഡയറക്ഷൻ മാത്രമല്ല, ഇതിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് എല്ലാം റിയാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് യു ആർ ഹിയർ ടു സ്റ്റേ. അതും ആദ്യത്തെ സിനിമയിലൂടെ തന്നെ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് നടത്താന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. ഈ ഡെയറിംഗ് അറ്റംപ്റ്റ് എന്ന് പറയാനുള്ള കാരണം, ഈ ഒരു സിനിമയിൽ അവർ ഒരു സയൻസ് ഫിക്ഷൻ എലമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് അവർ വളരെ കൺവിൻസിംഗ് ആയിട്ട് പ്ലേസ് ആക്കിയിട്ടുണ്ട്. ഞാനത്, എനിക്ക് പേഴ്സണലി വലിയ പുതുമയൊന്നും സമ്മാനിച്ചില്ല. ഞാൻ സെയിം കൺസെപ്റ്റ്, ഞാൻ സെയിം എക്സ്പെരിമെന്റ് ഞാൻ വേറെ സിനിമയെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പടത്തിൽ അത് വർക്കായി. അതിന്റെ ഒപ്പം തന്നെയാണ് അവര് ക്ലൈമാക്സിൽ ഒരു ഗംഭീര ഒരു വിഷ്വൽ വർക്ക് അല്ലെങ്കിൽ ഒരു VFX വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു കുറച്ച് നിമിഷങ്ങള്, അത് ഒരു കംപ്ലീറ്റ്ലി അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് പേഴ്സണലി തരുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്, ഇനി കാണാൻ പോകുന്നവരോട് പറയാണ്, ഈ ഒരു സിനിമ കാണാൻ പോവാണെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹൈ ക്വാളിറ്റി വിഷ്വലുള്ള തിയേറ്ററും സൗണ്ട് തിയേറ്ററും വേണം പോയി കാണാൻ. ബിക്കോസ് ഇത് തിയേറ്റർ ഡിമാൻഡഡ് സിനിമയാണ്. കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. ഈ ഒരു സിനിമയുടെ അവസാനത്തെ 10 മിനിറ്റ് ആണെങ്കിൽ പോലും, ഈ ഒരു സിനിമ കംപ്ലീറ്റ്ലി ആണെങ്കിലും ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അതേപോലെ തന്നെയാണ് ഇതിന്റെ സൗണ്ട് ഡിസൈനും ഇതിന്റെ സൗണ്ട് മിക്സിങ്ങും എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക. അതും ഏറ്റവും നല്ല വിഷ്വലും നല്ല സൗണ്ടുള്ള അടിപൊളി തിയേറ്ററിൽ തന്നെ പോയി കാണുക. ടെക്നിക്കലി ഈ സിനിമ ഭയങ്കര ബ്രില്യന്റ് ആണ്. അതിഗംഭീര ടെക്നിക്കൽ ടീമാണ് ഈ സിനിമയുടെ. അതുകൊണ്ട് കൂടെയാണ് ഈ സിനിമ ഭയങ്കര ഭംഗിയായി മാറുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദ മൂവി ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള കാരണം ഈ സിനിമ ടെക്നിക്കലി ബ്രില്യന്റും ആണ്. ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ കളർ ഗ്രേഡിങ്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി എല്ലാവരും മികച്ച വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഈ ഒരു സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു റിവീൽ ഉണ്ട്, ബിഗ് റിവീൽ ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്. അത് ഒരു ഡിഫറെന്റ് സംഭവമാണ്, അതൊരു എക്സ്പെരിമെന്റ് സംഭവമാണ്. അത് എത്ര പേർ കണക്ട് ആവുമെന്ന് അറിയില്ല. അത് കണക്ട് ആയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കുറച്ച് സ്ലോലി നറേറ്റഡ് ആയിട്ട് പോണ പടമാണ്. അപ്പൊ ഇങ്ങനെ നറേറ്റ് ചെയ്ത് അവസാനം ബിഗ് റിവീൽ എത്തുമ്പോൾ അത് ഈ സംഭവം എന്ന് പറയുമ്പോൾ ചിലവർക്ക് അത് ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്യാം, ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യാം. ചിലവർക്ക് അത് ഒരു ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയേക്കാം. അപ്പൊ ഒന്നെങ്കിൽ ബിഗ് റിവീൽ വർക്കാവും, അല്ലെങ്കിൽ ബിഗ് റിവീൽ വർക്കാവില്ല. പിന്നെ ഇത് ഒരു സ്ലോ ബേണർ സസ്പെൻസ് ത്രില്ലറാണ് വേറൊരു തോന്നൽ വന്നത്. അതുകൊണ്ട് ഒരു ക്ഷമ വേണം ഈ പടം കാണാൻ പോണതിന് മുന്നേ. ആൻഡ് അതേപോലെ ഭാവന വളരെ വൃത്തിക്ക് തന്നെ ആ ഒരു ക്യാരക്ടർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇമോഷൻസ് ആണെങ്കിലും ദേഷ്യം ആണെങ്കിലും എല്ലാം ഭാവനയുടെ സേഫ് ആയിരുന്നു. ആകെ ഡയലോഗ്സിന് കുറച്ച് പ്രശ്നം തോന്നുള്ളൂ. അത് ഡയലോഗ് ഡെലിവറിയുടെ പ്രശ്നമല്ല, ഡയലോഗ്സ് കൊടുത്തതിന്റെയാണ്. ഫോഴ്സ്ഫുള്ളി മാസ് കയറ്റാൻ വേണ്ടി ഭാവനയെ കൊടുത്ത ഡയലോഗ്സ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ നോക്കിയില്ലെങ്കിൽ പോലും ഭാവന വൃത്തിക്ക് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട്. റഹ്മാന്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ 1000 ബേബീസ് എന്നൊരു സീരീസ് ഹോട്ട്സ്റ്റാറിലുണ്ട്. അതെനിക്ക് റഹ്മാന്റെ പെർഫോമൻസ് ഒരു രീതിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു പെർഫോമൻസ്. പക്ഷെ ഈ ഒരു സിനിമയിൽ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട്, ഭയങ്കര നന്നായിട്ട് തന്നെ, വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ആ ഒരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ടായി. നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും ആ ഒരു ക്യാരക്ടറായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു വിജയം. പിന്നെ ബാക്കിയുള്ള പെർഫോമൻസ് എനിക്ക് വലിയ കണക്ട് ആയില്ല. ഇതിനെ ഷെബിൻ ബെൻസിന്റെ പെർഫോമൻസ് ആണെങ്കിലും വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസ് ആണ് ഭയങ്കര ക്രിഞ്ചായിട്ടും
ഒരു സുഖകരമായിട്ട് തോന്നിയില്ല. പിന്നെ ദൃശ്യ രഘുനാഥ് ഉണ്ട്, ബിനു പപ്പു ഉണ്ട്. അവരും അവളെ കിട്ടിയ കൊച്ചു കൊച്ചു വേഷത്തിൽ അവര് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലെ പെർഫോമൻസസ് വലിയ കുഴപ്പമുണ്ടായില്ല. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. തിയേറ്റർ ഡിമാൻഡ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. എക്സ്പെരിമെന്റൽ മൂവീസ് ഇഷ്ടമാണോ, ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണോ, അവർക്ക് ഈ സിനിമ വർക്ക് ആവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവ്യൂസ്.